ഞങ്ങൾക്ക് വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടിയാണ് വാടക കൊടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് നാളെ 20-ാം തീയതി വാടക കൊടുക്കേണ്ടതാണ്. അത് ഞങ്ങൾക്ക് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ 10 പൈസയില്ല. എന്ത് ചെയ്യണമെന്നറിയാം, ഞങ്ങൾ ഭാരപ്പെടുകയാണ്. അത് ഞങ്ങൾക്ക് ഒരു ബാറ്ററി പെട്ടി ഉണ്ട്, അത് കൊടുത്താൽ കൊള്ളാവുന്നത് കൊണ്ട് ഞങ്ങളിങ്ങനെ ആരോടൊരു ആവശ്യക്കാരുണ്ടോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ഞങ്ങൾ കഷ്ടപ്പെട്ട് കടന്നു പോകുന്ന അവസ്ഥയാണ്. കർത്താവിന് സ്തോത്രം. ഞങ്ങൾക്ക് സഹായം, ഞങ്ങൾ കണ്ണുനീരോടും ദുഃഖത്തോടും കൂടി നല്ല നേരം നോക്കി ആഹാരം കഴിക്കുന്ന ഒരവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാനിപ്പോൾ 1978 മുതൽ കർത്താവിൻ്റെ വേല ചെയ്തു വന്ന ഒരു കർത്തദാസ്. 2021 വരെ അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്തു. പക്ഷേ അദ്ദേഹം ഇന്ന് സ്ട്രോക്ക് വന്ന് തളർന്ന് കിടക്കുകയാണ്. ഈ സ്ഥലമെന്ന് പറയുന്നത് പൊൻകുന്നത്തിനടുത്ത്, അവിടെ നിന്ന് 11 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പോൾ പാസ്റ്റർ വാടകയ്ക്ക് താമസിക്കുന്ന വീട് വരെ. ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നതെന്ന് പറയുന്നത് വാഴൂർ പഞ്ചായത്തിൽ 16-ാമത്തെ വാർഡിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്ന, അല്ലെങ്കിൽ ദേവദാസി പറയുന്ന വാക്കുകൾ ദയവായിട്ടൊന്ന് കേൾക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതാണ് MJ വർഗീസ് പാസ്റ്റർ. 5 വർഷമായി കിടപ്പിലാണ് ഈ ദേവദാസൻ. ഇപ്പോഴവർക്ക് ഒരു ലോണുണ്ട്, മോളുടെ വിവാഹത്തിന് വേണ്ടി എടുത്തതാണ്. കഴിഞ്ഞ വർഷം വരെ 7/2/2025 വരെ ഇവർക്ക് 22,23,379 രൂപ ഇവർക്ക് ബാങ്കിൽ അടയ്ക്കാനുണ്ട്. ജപ്തിയാണ്, നോട്ടീസാണ്. ഇനിയുള്ള വേറൊരു വിഷയം കൂടെ ഉള്ളത്, ഇവർ ലൈഫ് മിഷനിലൊരു വീട് കിട്ടി, 4 ലക്ഷം രൂപ കിട്ടി. അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ആ സ്ഥലം ഇരിക്കുന്ന 7 സെൻറ്റ് സ്ഥലമാണ് ഇപ്പോൾ ഈ ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ രാത്രിയിലാണ് ഇവിടെ വന്നത്. ഞാൻ വർഗീസ് പാസ്റ്ററെ വാടക വീട് ചെന്നപ്പോൾ രാത്രിയായി. പക്ഷേ ഇങ്ങനെ വലിയൊരു കയറ്റം ഒക്കെ കയറിയാണ് ഞാനിവിടെ എത്തിയത്. ഇതാണ് പ്രിയ വർഗീസ് പാസ്റ്ററുടെ വീട്. ഇത് പൂർത്തീകരിച്ചിട്ടില്ല. ലൈഫിൽ നിന്ന് കിട്ടിയൊരു വീടാണ്. 4 ലക്ഷം രൂപ കിട്ടിയുള്ളൂ. ഇത് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഇനി ഈ വീടൊന്ന് കാണാം. ഇത് നമുക്കൊന്ന് പൂർത്തീകരിച്ച് കൊടുത്ത് പ്രിയ കർത്തദാസിന് ഇതിലേക്ക് താമസിക്കാൻ ക്രമീകരണം ഉണ്ടാകണം. 7 സെൻറ്റ് സ്ഥലം ജപ്തി ഭീഷണിയിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് വിടുവിച്ച് ഇദ്ദേഹത്തെ നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കണം. എന്നാലും ഞങ്ങൾ ഇതിനകത്തുനിന്ന് കയറുകയാണ്. ഇതാണ് ഇപ്പോൾ ദേവദാസൻ്റെ ഈ വീടിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് പൂർത്തീകരിച്ചു കൊടുക്കണം കേട്ടോ. കർത്താവിൻ്റെ പരിശുദ്ധമേറെ നാമത്തിൽ നന്ദിയോടെ വാഴ്ത്തുന്നു. വൈകാറായ സമയത്ത് കർത്താവിൻ്റെ ദാസനടിങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. നാളുകളായി അടിങ്ങൾ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന നാളുകളാണ്. വർഷങ്ങളായി ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ കൂടി ഞങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയാണ്. നാളുകളായി ഞങ്ങൾ കർത്താവിൻ്റെ വേലയിലായിരുന്നു. ഞങ്ങൾക്ക് 3 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. 6 വർഷത്തോളമായി കർത്താവിൻ്റെ ദാസൻ രോഗിയായി കിടപ്പിലാണ്. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ കഷ്ടത്തിൽ കൂടി കടന്നു പോയിരുന്ന ആളുകളാണ്. രണ്ടാമത്തെ മോക്ക് രോഗത്താൽ ഭാരപ്പെട്ട്, ആൾ ജന്മനാ കഴിവുറവുള്ളവളാണ്. രോഗത്താൽ ഭാരപ്പെട്ടെന്നും കഴിഞ്ഞുകൂടുകയാണ്. ഞങ്ങൾക്ക് സഹായിപ്പാൻ ലോകത്തിലാരുമില്ല. ദൈവത്തിൻ്റെ കരമല്ലാതെ ഞങ്ങൾക്ക് ആശ്രയിക്കാനൊന്നുമില്ലായിരുന്നു. എന്നാൽ കടഭാരത്താൽ 7 സെൻറ്റ് സ്ഥലമുള്ളത് ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് വന്ന് കഷ്ടത്തിൽ കൂടി ഞങ്ങൾ കടന്നു പോവുകയാണ്. ഞങ്ങൾക്ക് സഹായം, ഞങ്ങൾ കണ്ണുനീരോടും ദുഃഖത്തോടും കൂടി നല്ല നേരം നോക്കി ആഹാരം കഴിക്കുന്ന ഒരവസ്ഥയാണ്.
ലൈഫിൻ്റെ ഒരു വീട് പണിതിട്ട് 2023 തുടങ്ങി വെച്ചെങ്കിലും ഇന്നത് പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. അതെല്ലാം കാടും പിടിച്ച് പായലും പിടിച്ച് അതൊന്ന് പൂർത്തീകരിക്കാൻ കഴിയാതെ ഞങ്ങൾ ഭാരപ്പെടുകയാണ്. ജപ്തി ഭീഷണിയിലും ഞങ്ങൾ വളരെ കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്നു. ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല. ദൈവമല്ലാതെ ഞങ്ങൾക്ക് സമാധാനം മറ്റൊന്നുമില്ല. നല്ലോണം ആരാധനയ്ക്ക് കടന്നു പോകുവാനോ കൂട്ടായ്മ കൂടുവാൻ പോലും ഞങ്ങൾക്ക് സാമ്പത്തികമായി ഞങ്ങൾ ഞെരുക്കുന്ന ദിവസമാണ്. മാസത്തിൽ 1-2 പ്രാവശ്യം ആരാധനയ്ക്ക് പോകും. അത്രമാത്രമേ ഞങ്ങൾക്ക് കഴിയുന്നുള്ളൂ. അത്രമാത്രം ഞങ്ങൾ സാമ്പത്തികമായി തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. ദാസന്മാർ പൂർണ്ണമായ വിടുതലിന് വേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭർത്താവായിരുന്നു ഞങ്ങൾക്ക് ഏക ആശ്രയം. പെൺകുഞ്ഞുങ്ങളെ വളർത്തിയതും അവർ കഷ്ടപ്പെട്ട് വളരെ അധ്വാനിച്ചു. ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിലും ഈ കടഭാരം ഞങ്ങൾക്കെല്ലാം ഒരു ഭാരമായി തീർന്നിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ആശ്രയമായി ആശ്വാസമായി ചോദിക്കുകയാണ്. കർത്താവ് എല്ലാത്തിനും ഒരു പരിഹാരം തരും കേട്ടോ. എല്ലാ സങ്കടങ്ങളും ദൈവം മാറ്റും. ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്ത നിങ്ങൾ ഇങ്ങനൊരു ഭാരത്തോട് ഇങ്ങനെ പോകാൻ ദൈവം അനുവദിക്കില്ല. ദൈവത്തിനായിട്ടൊരുക്കിയ ഒരു മുഖാന്തരമായിരിക്കും നമുക്കിന്ന് വരാനും കാണാനും സംസാരിക്കാനും ഒക്കെ മുഖാന്തരമായത്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട. ദൈവം ഇതിൻ്റെ ഒരു വഴി കാണിക്കും. നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവമക്കൾ ലോകത്തിൻ്റെ വിധമായ ഭാഗങ്ങളിലുണ്ട്. ഈ വീഡിയോ ചെല്ലുമ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ഒഴുക്കുന്ന ആളുകൾ ഈ ഭൂമിയിലുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഒറ്റപ്പെട്ടു പോയിട്ടില്ല. 1978 മുതൽ വിവാഹത്തിന് മുമ്പ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ ദൈവദാസനാണ്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് 44 വർഷമായി. ഒരു കുടുംബമായി 44 വർഷമായി കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് കണ്ടിട്ട് വല്ലാത്തൊരു സങ്കടം തോന്നുന്നു. വല്ലാത്തൊരു സങ്കടം. നമ്മൾ ദൈവദാസന്മാരെ ചോരയും നീരും ഉള്ള ചൂടി രക്തമുള്ള സമയത്ത് അവർ വളരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഓടിയിട്ട് ജീവിതത്തിൽ ഇതുപോലെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ വന്ന് തളർന്നു കഴിയുമ്പോൾ, എത്ര വയസ്സുണ്ട് പാസ്റ്റർക്ക്? ഇപ്പോൾ 71 വയസ്സ്. അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായിട്ട് ഇങ്ങനെ കിടക്കുന്നു? 5 വർഷമായി. അപ്പോൾ ദീർഘനാളുകൾ വാർദ്ധക്യത്തിൽ എത്തുന്നത് വരെ കർത്താവിൻ്റെ വേല ചെയ്തതാണ് ഈ പ്രിയമുള്ളവരെ നമുക്കവരെ സഹായിക്കണം. തീർച്ചയായിട്ടും സഹായിക്കണം. തീർച്ചയായിട്ടും ആ ദൈവദാസൻ്റെ വീട് എങ്ങനെയും ഒന്ന് പൂർത്തീകരിക്കണം. പ്രിയമുള്ളവരെ, ആ വീടൊന്ന് പൂർത്തീകരിക്കണം. നമ്മളത് ആ വീട് പൂർത്തീകരിച്ച്, നമ്മൾ ഒത്തിരി വീടുകൾ ഇങ്ങനെ പണിയാൻ ദൈവം സഹായിച്ചിട്ടുണ്ടല്ലോ. വീട് പൂർത്തീകരിച്ച് പ്രിയ കർത്തദാസൻ അത് താമസിക്കണം. അത് നമ്മുടെ സന്തോഷമാണ്. ജപ്തി എല്ലാ കടമെല്ലാം തീർത്ത് വീട് പണി പൂർത്തീകരിച്ച് ആ വീട്ടിനകത്തൊന്ന് താമസിച്ച്, ഹല്ലേലൂയ, ഞാൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. ഞാൻ ദൈവമക്കളോട് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിശ്ചയമായിട്ട് ദൈവദാസനെ സഹായിക്കണേ. ഇവിടെ കണ്ണുനീര് കാണാതെ പോകരുതേ. കണ്ണുനീര് കാണാതെ പോകരുതേ. കണ്ണുനീര് കാണാതെ പോകല്ലേ പ്രിയമുള്ളവരെ. കണ്ണുനീര് കാണാതെ പോകരുത്. നിശ്ചയമായിട്ട് ഈ കർത്തദാസനെ സഹായിക്കണം. ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രിയമുള്ളവർ, ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഏത് ബാങ്കിലാണ് ആൻറ്റിക്ക് അക്കൗണ്ട് ഉള്ളത്? കാനറ ബാങ്ക്. പേരെങ്ങനെ കിടക്കുന്നത്? റേച്ചൽ വർഗീസ് എന്നാണ് പേര് കിടക്കുന്നത്. ഓക്കെ, റേച്ചൽ വർഗീസ്. ബ്രാഞ്ച് ഏതാ? ഏത് ബ്രാഞ്ചാ? പുളിക്കൽ കവല വാഴൂർ ബ്രാഞ്ച്. പുളിക്കൽ കവല വാഴൂർ ബ്രാഞ്ച്. പുളിക്കൽ കവല വാഴൂർ ബ്രാഞ്ചിലാണ് അല്ലേ? ആൻറ്റിക്ക് ഗൂഗിൾ പേ ഉണ്ടോ? ഇല്ല. ഗൂഗിൾ പേ ഉള്ളത് പാസ്റ്ററുടെ അക്കൗണ്ടിലാണല്ലേ? ഗൂഗിൾ പേ കിടക്കുന്ന പേരെങ്ങനെയാ അറിയുമോ? എം ജെ വർഗീസ് എന്നാണ്. ഓക്കെ, പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദേവദാസിയുടെ അക്കൗണ്ട് നമ്പർ നമ്മൾ ചേർക്കുന്നുണ്ട്. നമ്മൾ യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ച് നമുക്ക് യൂട്യൂബിൽ അക്കൗണ്ട് നമ്പർ കൊടുക്കാനായിട്ട് കഴിയില്ല. അതിൻ്റെ നിയമം അനുസരിച്ച് അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ആ വീഡിയോ അവർ ഡിലീറ്റ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ കാണുന്നതായിരിക്കുന്ന ഫോൺ നമ്പറിൽ ദയവായിട്ട് വിളിക്കുക.
തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ നിങ്ങൾക്ക് അക്കൗണ്ട് നമ്പർ അത് ഷെയർ ചെയ്യുന്നതാണ്. ഫോൺ നമ്പർ, ആ ഫോൺ നമ്പറുമായിട്ട് ഇവിടെ കൊടുക്കുന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടുക. ഇല്ലെങ്കിൽ വാട്സാപ്പിലൊരു മെസ്സേജ് അയയ്ക്കുക. തീർച്ചയായിട്ടും പാസ്റ്ററുടെ അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസും നിശ്ചയമായിട്ട് അയച്ചു തരും. ഇവരുടെ അക്കൗണ്ടിൽ മാത്രം ഈ ആൻറ്റിയുടെ പാസ്ബുക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ പാസ്റ്ററുടെ ഗൂഗിൾ പേയിൽ മാത്രം പൈസ അയയ്ക്കുക. മറ്റ് ഒരു അക്കൗണ്ടിലോ മറ്റൊരു പേരിലോ പൈസ അയക്കേണ്ട. ഈ ദൈവദാസനെ സഹായിക്കണമെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് പ്രിയമുള്ളവരെ, നമ്മുടെ വർഗീസ് പാസ്റ്ററുടെ ഒരു സാക്ഷിയുണ്ട്. അദ്ദേഹം കർത്താവിൻ്റെ വേല ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷി. അപ്പോൾ തന്നെ ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചൊരു മനുഷ്യനായിരുന്നു. ആ സാക്ഷ്യം കൂടെ ഒന്ന് കേൾക്കാം. പാസ്റ്റർ വളരെ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അതൊന്ന് പറയാമോ? കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഒരുപാട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. എനിക്ക് 5 പ്രാവശ്യം വാഹനാപകടം വന്നു. ഒരു പ്രാവശ്യം പാമ്പ് കടിച്ചു. 3 പ്രാവശ്യം സ്ട്രോക്ക് ഉണ്ടായി. ഓ, ഒരു പ്രാവശ്യം കഞ്ചി വീണു. പൊട്ടക്കണ്ടി വേണം, വെള്ളമില്ലാത്ത കണ്ടി. വെടിവെച്ചോണ്ടിരുന്ന സമയത്തല്ലേ പാസ്റ്റർ നോക്കാൻ പോയതാണ്? അങ്ങനെയാണോ? വീടിനെ പറ്റത്ത് തന്നെ. അവിടെ ചെല്ലുമ്പോൾ ഈ പുള്ളിക്കാരി കാണിക്കും. ഓക്കെ. അതിനകത്ത് തൊഴിലുള്ളി വെള്ളം പോലും ഇല്ലാതെ വെടിവെച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാനത് കാണാനായിട്ട് അതിന്റെ സൈഡിലോട്ട് മാറുന്നതാണ്. നിന്ന കല്ലം നടന്നു പോയി. അതിൽ നിന്നെല്ലാം ദൈവം രക്ഷപ്പെടുത്തി. അതിൽ നിന്നെല്ലാം ദൈവം രക്ഷിച്ചു. ഓക്കെ. പാസ്റ്റർ വടക്കേന്ത്യയിലൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നു. വടക്കേന്ത്യയിൽ ബോംബെയിലൊക്കെ ഞാൻ ഒത്തിരി പ്രസംഗം നടത്തിയിട്ടുള്ളതാണ്. ബോംബെയിലൊക്കെ അല്ലേ? ഓക്കെ. ബാംഗ്ലൂർ ഈ ഫീബാ റേഡിയോയിൽ പ്രസംഗിക്കാനായിട്ട്. പിന്നെ 100 കണക്കിന് കൺവെൻഷൻ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഓ, ദൈവത്തിന് സ്തോത്രം. പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. എത്ര പുസ്തകം എഴുതിയിട്ടുണ്ട് പാസ്റ്റർ? 2 പുസ്തകം. 2 പുസ്തകം. ഒന്ന് യേശുക്രിസ്തു മടങ്ങി വരുമോ എന്ന് എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇത് എഴുതിയത്. ഓക്കെ. പിന്നെ 2ാമത് വിശ്വാസ സ്നാനം ഏതു നാമത്തിൽ. ഓക്കെ. 3ാമത് ഇനി എഴുതണമെന്നുകൊണ്ട് ഞാനിരിക്കുക. പിന്നെ ഞാൻ ഈ ക്രിസ്തീകരണങ്ങൾക്കൊക്കെ ലേഖനം എഴുതി കൊടുക്കാറുണ്ട് ഉന്നത സമയങ്ങളിലല്ലേ. അപ്പൊ അടുത്തൊരു പുസ്തകം എഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് പാസ്റ്റർ സ്ട്രോക്ക് വന്നത് അല്ലേ? അതെ. ഓക്കെ. ദൈവം പെട്ടെന്ന് സൗഖ്യമാക്കട്ടെ. ഇത്രയും സാക്ഷ്യങ്ങൾ ദൈവം തരികയും. അപ്പൊ ഇങ്ങനെ ഇത്രയും കർത്താവിന് വേണ്ടി 1978 മുതൽ ഈ ദീർഘവർഷങ്ങൾ അധ്വാനിച്ചിട്ട് വലിയ കിടക്കയിൽ കിടക്കുമ്പോൾ എനിക്ക് പൗലോസിന്റെ കാര്യങ്ങൾ ഓർമ്മ വരികയാണ് കേട്ടോ. എങ്കിലും ദൈവം എനിക്ക് ഒരു ദോഷവും ചെയ്തിട്ടില്ല. ഓക്കെ. ഞാനിപ്പോഴും അവൻ എന്റെ ഉപനിധി. ഓക്കെ. അത് നിമിത്തം തന്നെ ഞാനിതൊക്കെ സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. അവൻ എന്റെ ഉപനിധി. ആ ദിവസം വരെ നടത്തുവാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പൗലോസിന്റെ സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററുടെ വാർത്തതിൽ എനിക്ക് വലിയ സന്തോഷം. ഞാൻ ഒരു മാസത്തിന് മുമ്പേ പറഞ്ഞിട്ട് നമ്മളെ കാണാൻ ഒരു ദൈവദാസൻ, കുലീനനായ ദൈവദാസനെ വിടുന്ന വരുന്നുണ്ട്. എന്നോടും നിന്നോടും കാര്യങ്ങളെല്ലാം ചോദിച്ച് കാര്യങ്ങളെല്ലാം അദ്ദേഹം മനസ്സിലാക്കുക. അങ്ങനെ വന്നിട്ട് പോകുന്നുള്ളത് ഞാൻ പറഞ്ഞ്. അപ്പോൾ ഒരു ഷൂസും ഒക്കെ ഇട്ട് അത് ഈ പിങ്ക് കളറുള്ളൊരു ഷൂസും ഒക്കെ ഇട്ടാണ് വരുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ഒരുപാട് സാക്ഷ്യങ്ങൾ കർത്താവ് തന്നിട്ടുണ്ട് ദീർഘവർഷങ്ങൾ. ഓക്കെ. കർത്താവിന് വേണ്ടി ഒരുപാട് ധ്വാനിച്ചു. അത് നിഷ്ഫലമല്ല. നമുക്ക് കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വരുന്നത് ദൈവം അനുവദിക്കാതെ വരുന്നതല്ല കേട്ടോ. ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ് വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചില പരിശോധനകൾ വരും. നമ്മൾ വിശ്വാസത്തിൽ നിലനിൽക്കുമോ, നമ്മുടെ വിശ്വാസം ക്ഷീണിച്ചു പോകുമോ, തളർന്നു പോകുമോ, നമ്മുടെ വിശ്വാസത്തെ തള്ളിപ്പറയുമോ എന്നൊക്കെ ഉള്ള ചില പരിശോധനകൾ വരും. യോബിന്റെ ജീവിതത്തിൽ വന്നതുപോലെ അത്രത്തോളം ഒന്നും നമുക്ക് വന്നിട്ടില്ലെങ്കിലും നമുക്ക് താങ്ങാൻ പറ്റുന്ന ചില പരിശോധനകൾ കർത്താവ് നമ്മുടെ ജീവിതത്തിലായിരിക്കും. എന്തായാലും എൻ്റെ പാസ്റ്റർ വിശ്വാസത്തിൽ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നല്ലോ. ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ കേട്ടോ. കർത്താവ് വരാൻ താമസമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കും നിശ്ചയമായിട്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ രാത്രിയിലാണ് ഇവിടെ വന്നത്. ഞാൻ വർഗീസ് പാസ്റ്ററെ വാടക വീട് ചെന്നപ്പോൾ രാത്രിയായി. പക്ഷേ ഇങ്ങനെ വലിയൊരു കയറ്റം ഒക്കെ കയറിയാണ് ഞാനിവിടെ എത്തിയത്.
ഇതാണ് പ്രിയ വർഗീസ് പാസ്റ്ററുടെ വീട്. ഇത് പൂർത്തീകരിച്ചിട്ടില്ല. ലൈഫിൽ നിന്ന് കിട്ടിയൊരു വീടാണ്. 4 ലക്ഷം രൂപ കിട്ടിയുള്ളൂ. ഇത് കാട് പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് ഇനി ഈ വീടൊന്ന് കാണാം. ഇത് നമുക്കൊന്ന് പൂർത്തീകരിച്ച് കൊടുത്ത് പ്രിയ കർത്തദാസിന് ഇതിലേക്ക് താമസിക്കാൻ ക്രമീകരണം ഉണ്ടാകണം. 7 സെൻറ്റ് സ്ഥലം ജപ്തി ഭീഷണിയിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് വിടുവിച്ച് ഇദ്ദേഹത്തെ നമുക്ക് തീർച്ചയായിട്ടും സഹായിക്കണം. നമുക്ക് വീട് നകത്തേക്കൊന്ന് കയറണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ വാതിലൊന്ന് തുറന്ന് കയറട്ടെ. ആൻറ്റി, വാതിൽ തുറക്കാമോ? പ്രിയ ദേവദാസൻ സുഖമില്ലാതെ വന്നുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മുടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ ഈ വീട്ടിലേക്കൊന്ന് കയറുകയാണ്. ഓക്കെ, എങ്ങനെയാ അകത്തെ സാഹചര്യം ഒന്നും അറിയില്ല, എന്നാലും ഞങ്ങൾ ഇതിനകത്തുനിന്ന് കയറുകയാണ്. ഇതാണ് ഇപ്പോൾ ദേവദാസൻ്റെ ഈ വീടിൻ്റെ സ്ഥിതി എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് പൂർത്തീകരിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇതാണ് വീട്. ഇത് ബാത്റൂം പിന്നെ സൈഡൊക്കെ ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. പൈപ്പൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് ബാത്റൂമിൻ്റെ. ഇതാ റൂം. ഇതിങ്ങനെ കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടെ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ ആൻറ്റിയുടെ വീട് അല്ലെങ്കിൽ ദേവദാസിൻ്റെ വീട്, വർഗീസ് പാസ്റ്റർ വീട് എങ്ങനെയും ഒന്ന് പൂർത്തീകരിക്കണം. അതിനായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ് കേട്ടോ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടെന്ന് പറയുന്നത്. പക്ഷെ കയറ്റം കയറി വരണം. താഴെ കോൺക്രീറ്റ് വഴിയുണ്ട്. പക്ഷേ ഇവിടം വരെ മുകളിലോട്ട് കല്ല് പതിപ്പിച്ച റോഡാണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടം വരെ ഞാൻ എത്തിയത്. രാത്രിയിൽ ഒന്നത് പരിചയമില്ലാത്ത വഴി കൂടെയാണ്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ പാസ്റ്റർ സജി പള്ളിക്കുന്ന്.